ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മത്തൻ നിറയെ പിടിച്ചിട്ടും ഒരു കാ പോലും പിടിക്കുന്നില്ല എന്ന് പരാതിയുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കൊരു പരിഹാര മാർഗ്ഗമാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. നമ്മളെല്ലാവരും നട്ടു വളർത്തുന്ന ഒരു കാർഷിക വിളയാണല്ലോ മത്തൻ. നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് നല്ല രീതിയിൽ പടർന്ന് പന്തലിക്കും, നിറച്ച് പൂവുകളും വരും. എന്നാൽ കാ മാത്രം പിടിക്കാറില്ല. അതിന് പ്രധാന കാരണം പരാഗണം നേരെ നടക്കാത്തതുകൊണ്ടാണ്. നമുക്ക് തന്നെ ഇതിൽ പരാഗണം നടത്താൻ പറ്റും. അങ്ങനെ കൃത്യമായി പരാഗണം നടത്തുകയാണെങ്കിൽ 90% നമുക്ക് ഇതിനൊക്കെ കാ പിടിച്ച് കിട്ടും. ബാക്കി കാലാവസ്ഥ മറ്റുള്ളതുകൊണ്ടാണ് പൊഴിഞ്ഞു പോകുന്നത്. അല്ലാതെ പരാഗണം നടക്കാത്തതുകൊണ്ട് ഉള്ള പ്രശ്നം നമുക്ക് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ഇത് ഒരു മത്തൻ്റെ ഏറ്റവും കൂടുതലുള്ളത് ആൺപൂവായിരിക്കും. ഇതാണ് മത്തൻ്റെ ആൺപൂവ്. അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. പെൺപൂവാണെങ്കിൽ അതിൻ്റെ അടിയിൽ ചെറിയൊരു കായയുടെ ഇത് കാണും. ആൺപൂവാണെങ്കിൽ ഒന്ന് കായയുടേതായിട്ട് കാണത്തില്ല, മൊത്തം പൂവായിട്ട് മാത്രമേ കാണത്തുള്ളൂ. ഇതാണ് പെൺപൂവ്. നിങ്ങൾ കണ്ടല്ലോ, അതിൻ്റെ അടിയിൽ ചെറിയൊരു മത്തങ്ങയുടെ ഒരു ചെറിയൊരു പോർഷനുണ്ട്. അത് പക്ഷേ നമ്മൾ ആൺപൂ വെച്ച് നോക്കും, ഇത് എണ്ണം കുറവായിരിക്കും. ആൺപൂവായിരിക്കും എപ്പോഴും കൂടുതൽ. അപ്പം ഇതിനൊക്കെ ഉള്ളപ്പോഴത്തേനും ചില സമയങ്ങളിൽ പരാഗണം നേരെ നടക്കത്തില്ല. അതുകൊണ്ടാണ് കാ സെറ്റായി വരാത്തത്. തേനീച്ചയുടെ എണ്ണം കുറവൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾക്ക് ആൺപൂവിൽ നിന്ന് പൂമ്പൊടി എടുത്ത് പെൺപൂവിൻ്റെ അത് തേക്കുകയാണെങ്കിൽ നമുക്ക് കായ്ഫലം കിട്ടും. കൃത്യമായി പരാഗണം നടത്തിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആൺപൂവ് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ അടിയിൽ കായില്ലാത്തത് ആൺപൂവ്. നമ്മൾ രാവിലെ തന്നെ എനിക്കതിന് പൂ വിരിഞ്ഞ് കിട്ടും. അങ്ങനെ വിരിഞ്ഞിരിക്കുന്ന ഒരു ആൺപൂവ് സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ പൂമ്പൊടിയാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതെനിക്ക് ആ പൂവിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പിച്ചി മാറ്റിയതിന് ശേഷം അത് വെച്ച് തേച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ശകലം വൈകിപ്പോയി. അല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ ഈ പെൺപൂവിൻ്റെ പൂവും വിടർന്നിരിക്കും. ആ ഭാഗത്തോട്ടാണ് ഈ ആൺപൂവിൻ്റെ പൂമ്പൊടി വെച്ച് തേക്കേണ്ടത്. ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. ഞാൻ ആ പൂവിൻ്റെ അത് പിച്ചി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ആൺപൂവിൻ്റെ പൂമ്പൊടി വെച്ച് തേക്കേണ്ടത്. 1-2 ആൺപൂവ് എടുത്ത് തേച്ചാൽ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും. ഞാൻ നിങ്ങളെ തേച്ച് കാണിച്ചു തരാം. ഈ ഭാഗത്തായിട്ടാണ് വെച്ച് തേക്കേണ്ടത്. ഫുള്ളായിട്ട് നമുക്ക് തേക്കാം. 2-ൽ കൂടുതൽ തേക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ആൺപൂവ് ഇഷ്ടം പോലെ ചെടിയിൽ തന്നെ കാണുകയും ചെയ്യും. ഇങ്ങനെ തേക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് പരാഗണം പൂർത്തിയാവുകയും കാ സെറ്റായി കിട്ടുകയും ചെയ്യും. പിന്നീട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ വീഡിയോ തന്നെയാണ് കായ്ച്ചയാണ്. ഇത് കായ്ച്ച ഉണ്ടെങ്കിൽ നമുക്ക് കാ പന്നലായി പോകും. അതുകൊണ്ട് ആദ്യം പിഞ്ച് വരത്തിരിക്കുമ്പോൾ ഒരു കവറോ അല്ലെങ്കിൽ നെറ്റോ ഇട്ട് കൊടുക്കണം. തറയിലേക്ക് അതായത് പണ്ട് ചപ്പച്ചവറിൽ പിച്ചി അത് കാണാത്ത രീതിയിൽ മറച്ചിടുമായിരുന്നു. അങ്ങനെ ചെയ്താലും പിന്നീട് കുഴപ്പമില്ല. വലുതായി വരുമ്പോഴത്തേന് പിന്നെ ഇതിൻ്റെ തോടിന് ഉറപ്പുണ്ടായതുകൊണ്ട് പിന്നീട് പുഴുവിൻ്റെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല. ഇത് കണക്കാണ് പൂമ്പൊടി അത് ഫുള്ളായിട്ട് വെച്ച് തേക്കേണ്ടത്. എപ്പോഴും കുറച്ച് 2-ൽ കൂടുതൽ ചെടിയുടെ പൂമ്പൊടി എടുത്ത് തേക്കാൻ ശ്രമിക്കുക. ഇത് കായ്ച്ചാണ്ട് നൈസായിട്ട് പണിയുന്നതാണ്. അപ്പോൾ കാ സെറ്റായി എന്ന് ഉറപ്പുണ്ടെങ്കിൽ അപ്പോഴേ ഒരു നെറ്റോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പുതയൊന്ന് ഇട്ട് കൊടുത്തേക്കണം. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങനെ മത്തന് നല്ല വളം വേണ്ടത് ചെടിയാണ്. ജൈവവളമാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നല്ല രീതിയിൽ വളം ഒന്ന് മുട്ടിലിട്ട് കൊടുത്ത് ചെക്കി കൊടുക്കുക. നല്ല സൂര്യപ്രകാശം വേണ്ട ഒരു സാധനം തന്നെയാണ് മത്തൻ. സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തോട് ഇതിൻ്റെ ഇലകൾ നല്ല രീതിയിൽ പടർന്നു കയറും. നമുക്കിതിൻ്റെ ഇലയും പൂവെല്ലാം ഭക്ഷണമായിട്ട് മാറ്റാം. കാ പിടിച്ചില്ലെങ്കിലും അതൊക്കെ ഭക്ഷണമായിട്ട് മാറ്റാൻ പറ്റും. എന്നാലും ഇങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും പരാഗണം മൂലമല്ല കൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ് കാ പിടിക്കാത്തതെങ്കിൽ ഇങ്ങനെ പരാഗണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാ പിടിച്ചു കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.